സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിരമിച്ച ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് സാറിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സാർ. താങ്ക് യു. ഓക്കെ ഫൈൻ. സാർ സുപ്രീം കോടതിയിൽ 5.5 വർഷക്കാലത്തെ സേവനം കഴിച്ചിട്ടാണ് സാർ വിരമിക്കുന്നത്. 1000-ലധികം വിധിന്യായങ്ങൾ എഴുതി, 1040ഓളം വിധിന്യായങ്ങൾ വിശദമായി എഴുതുകയുണ്ടായി. ഈ പരമോന്നത നീതി പീഠത്തിലെ ഈ സേവനത്തെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ഞാൻ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. ആ സ്ഥാപനത്തിൽ വന്ന 2013 മാർച്ച് 8-ാം തീയതി മുതൽ ഇന്ന് വരെ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് വളരെ വളരെ തൃപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഒട്ടേറെ കേസുകൾ അവസാനിപ്പിച്ച കേസുകൾ വഴിയായിട്ട് ഒട്ടേറെ മറ്റു തരത്തിലുള്ള കേസുകൾ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് അവസാനിക്കുന്ന വഴിയായിട്ട് സംഭവിക്കുന്നത് മറ്റു കോടതികൾ അവർ തമ്മിൽ നിലവിലുള്ള കേസുകളോട് കൂടി അവസാനിക്കുക ചെയ്യുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി കേസുകൾ സുപ്രീം കോടതിയിൽ തന്നെ 8000-ലധികം കേസുകൾ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. വിശദമായ വിധിന്യായങ്ങൾ എഴുതിയതാണ് ഈ 1000-ലധികം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാനെടുത്ത എൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സത്യപ്രതിജ്ഞ അനുസരിച്ച്, ദൈവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ അനുസരിച്ച് ഞാനെടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് എൻ്റെ ജോലി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള പൂർണ്ണ സംതൃപ്തിയോടു കൂടിയാണ് ഞാൻ പടിയിറങ്ങിയത്. തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ യാത്രയപ്പിൽ ഓരോരുത്തരുടെ വാക്കുകളിൽ അതുണ്ടായിരുന്നു. സാറ് ഏറ്റവും നൈസസ്റ്റ് ജഡ്ജ് എന്നാണ് അവിടെ വിശേഷിപ്പിക്കപ്പെട്ടത്. അത് മാത്രമല്ല, ഈ ജഡ്ജ്മെൻറ്റുകളുടെ കാര്യം മാറ്റി നിർത്തിയാൽ സ്വാഭാവികമായും സാറിനെ നമ്മൾ ഓർക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കഴിഞ്ഞ ജനുവരിയിലെ 4 ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനം. അക്കൂട്ടത്തിൽ ഒരാൾ സാറും ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് സുപ്രീം കോടതിയിൽ ഉദ്ദേശിച്ചത്? അവ ഇപ്പോൾ അത്തരമൊരു മാറ്റം കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? സുപ്രീം കോടതിയുടെ ആ കാലഘട്ടത്തിലെ നടത്തിപ്പ് ഭരണഘടനാനുസൃതവും പുതിയ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലും ആയിരുന്നില്ല. അത് അങ്ങനെ ആയിരിക്കണം എന്ന് ഞങ്ങൾ പല വിധത്തിൽ പ്രതിഷേധിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു തരത്തിലും നിവൃത്തിയാതെ വന്നുകൊണ്ടാണ് പിന്നീട് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനമായിട്ടുള്ളത് ജനങ്ങളോടാണ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു, ജനങ്ങൾ അറിയണം എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. അതിനുശേഷം ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഒരിക്കൽ പോലും ആ വാർത്താ സമ്മേളനം നടത്തിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം. ധാരാളം വിമർശനങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇതിരുന്നാൽ പോലും എന്തുകൊണ്ട് അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജുഡീഷ്യൽ നിയമനങ്ങളുടെ ഒരു വലിയ വിഷയമുണ്ട്. അത് താഴെ കോടതികൾ തൊട്ട് സുപ്രീം കോടതി വരെ നിലനിൽക്കുന്ന പ്രശ്നമാണ്. അതിനകത്ത് സർക്കാരുകളുടെ ഇടപെടലുകൾ അനാവശ്യമാകുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അത് ആ നിലയ്ക്കുള്ള കാര്യങ്ങൾക്ക് വല്ല മാറ്റവും ഈ അടുത്തിടെയായി വരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇപ്പോൾ നടത്തുന്ന ഇടപെടലുകൾ ശരിയല്ല. ചില ഇടപെടലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് പാടില്ലാത്തതാണ്. അപ്രകാരമുള്ള ഇടപെടലുകൾ നടത്താൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഈ കേരള ഹൈക്കോടതിയിലടക്കം കൊളീജിയം ഹൈക്കോടതിയിലേക്ക് നൽകിയ ശുപാർശകളിലടക്കം സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ അത് പിടിച്ചു വെക്കുകയും അതിലൊരു ജഡ്ജിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇനി കൊളീജിയം ഏതെങ്കിലും നിലയ്ക്കൊരു തീരുമാനം പുതുതായി എടുക്കാൻ പോകുന്ന ഒരവസ്ഥയുണ്ടോ? അതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കുമോ? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുൾപ്പെടെയുള്ള കുറച്ച് നിയമന നിർദ്ദേശങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ആ തിരിച്ചു വന്ന നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് തിരിച്ചയച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കോളേജിയം തീർച്ചയായിട്ടും പുനഃപരിശോധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പൊതുവെ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശബരിമല വിഷയമെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ആ കേസ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പൊതു ചർച്ചയുണ്ട്. മതങ്ങളുടെ ആചാരങ്ങളിലേക്ക് ഭരണഘടന അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പരിധി എത്രമാത്രമുണ്ട്, ആചാരങ്ങളിലേക്ക് ഇങ്ങനെ അതിനെ തലനാരിയിൽ കയറി പരിശോധിക്കുന്നതിൻ്റെ ലോജിക്ക്, അങ്ങനെയുള്ള അതിൻ്റെ യുക്തിയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ സാറ് നോക്കുന്നത് പൊതുവായി? ശബരിമല എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നത് പാടില്ലാത്തതാണ്, ഉചിതമല്ല, സംസാരിക്കുകയില്ല. പക്ഷേ മതവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടന മത സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഏത് മതത്തിൽപ്പെട്ടവർക്ക്, ഏത് പൗരനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം അനുസരിച്ച് ജീവിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ അവകാശങ്ങൾ ഭരണഘടന പറയുന്ന ചില ചെറിയ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം. ആ നിയന്ത്രണങ്ങൾ എന്താണെന്നുള്ളത് ഭരണഘടനയുടെ 25-ാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. ആ അനുച്ഛേദത്തിൽ പറയുന്ന നിയന്ത്രണങ്ങൾ ലംഘിക്കാത്തോടത്തോളം കാലം ഒരു ഭരണഘടനയുടെ കോടതിക്കും ഒരു മതത്തെയും ഒരു മതവിശ്വാസത്തെയോ മത ആധാരത്തെയോ കൈയെടുത്താൻ പാടില്ല.
ഇതിനകത്ത് വരുന്ന മറ്റൊരു ചോദ്യം ഈ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വെവ്വേറെ കാണണം എന്നുള്ളതാണ്. വിശ്വാസം എന്നത് ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റായി നിൽക്കുമ്പോൾ തന്നെ ആചാരങ്ങളിൽ ഒരു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ലംഘനങ്ങളും ഉണ്ടായേക്കാം. ആ നിലയ്ക്ക് ഈ വിഷയത്തെ വേർതിരിച്ച് കാണാൻ കഴിയുമോ? അത് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാനിപ്പോൾ അതിന് മറുപടി അറിയാം. കാരണം അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായ മറുപടി നിരീക്ഷണം ആ കാര്യത്തെക്കുറിച്ചുണ്ട്. പക്ഷേ ഇത് നിലവിൽ ഇപ്പോൾ കോടതിയിലുള്ള ഒരു കാര്യം ഇതേ കൃത്യമായ ഈ വിഷയം തന്നെ ആയതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തൽക്കാലം ഞാൻ പറയുന്നില്ല. മറ്റൊരു കാര്യം ഇതുമായി ചേർത്ത് വെച്ച് തന്നെ ഉള്ളത്, ഈ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കോടതി പറഞ്ഞ വിധിയെ പുനഃപരിശോധിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രം എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാരണത്തിൻ്റെ പുറത്ത് ആ വിധികൾ പുനഃപരിശോധിക്കാൻ പൊതുവായി കോടതിക്ക് കഴിയുമോ? സുപ്രീം കോടതിയുടെ പുനഃപരിശോധന അധികാരമെന്ന് പറയുന്നത് സാധാരണ പുനഃപരിശോധന അധികാരമല്ല. അത് ആർട്ടിക്കിൾ 137 പറയുന്ന ഒരു പ്രത്യേക പുനഃപരിശോധന അധികാരമാണ്. ആ പുനഃപരിശോധന അധികാരത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ പെടുത്തണമെന്നുള്ള ആ സുപ്രീം കോടതിക്ക് തന്നെ തീരുമാനിക്കാം. അത് ഒരു നിയമത്തിൻ്റെ കൃത്യമായ ഒരു ചട്ടക്കൂട്ടിൽ ഒരു നടപടിക്രമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാവണമെന്നില്ല. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് സുപ്രീം കോടതിന് കൊടുത്തേക്കണം. സുപ്രീം കോടതിക്ക് തീരുമാനിക്കാതെ. ഏതായാലും സാറ് മാസങ്ങൾക്ക് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി റിട്ടയർമെൻറ്റ് കാലയളവ് ഒരിക്കലും ഒരു സർക്കാർ പോസ്റ്റിലായിരിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇനി എന്താണ് പദ്ധതി? ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പദവിയുടെ അന്തസ്സ് നിലനിർത്തുമെന്ന് ഉറപ്പില്ലാത്ത ഒരു നിയമനം സർക്കാരിൻ്റെ ഒരു ഔദാര്യം എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്കൊരു കടുത്ത നിലപാടുണ്ടായിരുന്നത്. അങ്ങനെ അതിനെ കാണുന്ന ഒരു നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും പല പരാമർശങ്ങളും ഉണ്ടായത്. അതിൻ്റെ ഒരു പശ്ചാത്തലവും. രണ്ടാമത്തേത്, എനിക്ക് അപ്രകാരം ഏതെങ്കിലും ഒരു വിരമിച്ച ശേഷമുള്ള ഒരു നിയമനത്തിൽ ഒരു പദവിയിൽ തുടരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിയമത്തിൻ്റെ മേഖലയിൽ ഒട്ടേറെ സേവനങ്ങൾ എനിക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. അങ്ങനെ രണ്ട് സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന് ഒരു മീഡിയേറ്റഡ് ആർബിട്രേഷൻ, രണ്ടാമത്തെ ഒരു കൺസീലിയേറ്റഡ് മീഡിയേഷൻ. ഈ രണ്ട് മേഖലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ, എൻ്റെ അനുഭവ സമ്പത്തും എൻ്റെ ചില സമീപനങ്ങളും കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് രണ്ടും വേണ്ടെന്ന് വെച്ചത്. തീർച്ചയായും സാറ് ഇനി ഡൽഹിയിലുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറാമാൻ എം എൻ നിതീഷിനൊപ്പം ടി കെ റാഹിദ്.